ക്യാരക്ടറെ പറ്റിയിട്ട് ഈ സീക്രട്സ് ഒന്നും കളയാതെ പറയുകയാണെങ്കിൽ ഒന്നും പറയാൻ പറ്റില്ല. ഒന്നും പറയാൻ പറ്റില്ല. ആസ് എൻ ആക്ടർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് ചെയ്തൊരു ക്യാരക്ടറാണ്. ആ ആക്ടർ പെർഫോം ചെയ്ത ക്യാരക്ടറിനെ നിങ്ങൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടു. ലാലേട്ടനോടുള്ള പടം റാമാണ് ഇനി ഇറങ്ങാനുള്ളത്. അത് കുറച്ച് സമയം എടുക്കും. വലിയ ക്യാൻവാസ് പടം 2 പാർട്ടായി. ഞാൻ സെക്കൻഡ് പാർട്ടിലാണ് വരുന്നതൊക്കെ തന്നെ. ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റെന്തായോ, എന്റെ വീട്ടിലേക്ക് അല്ല ഇവരെ വിളിച്ചത്. ഇവരെ വിളിക്കാനേ പാടില്ലായിരുന്നു. ഭാവിയിലെ മെട്രോ സിദ്ധിയാണത്. ഇവരൊക്കെ ഇങ്ങനെയൊക്കെ പറയും. ഇപ്പൊ അത് കുറച്ച് ഉള്ളിലോട്ടായിരിക്കും. അല്ല, ഇപ്പൊ ഉള്ളിലോട്ടാണ്, കുറച്ച് കഴിയുമ്പോ പുറത്തേക്ക് പ്രേതകഥകൾ പറഞ്ഞിട്ട് നമുക്ക് ഉറക്കം തരാറില്ല ഈ ബ്ലഡി ഫൂൾ. അത് നിനക്ക് അത്ര പെടുത്തുകയാണോ? അയ്യേ, ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിരുന്ന് പറയണം. അത് ശരി, അരുന്ധതി റോയ്ക്ക് പറയാം, എനിക്ക് പറയാൻ പറ്റില്ല. അരുന്ധതി റോയ് ഇങ്ങനെയൊക്കെ പറഞ്ഞു. അത് ശരി. കുറച്ച് കഴിഞ്ഞപ്പോ നമുക്ക് മനസ്സിലായി ഈ പറയുന്ന ആള് ഒരു മാടപ്രാവാണെന്നുള്ള സംഭവം. കാട്ടുപോത്തിന്റെ ശരീരവും മാടപ്രാവിന്റെ. ഹായ് ഹലോ, സീക്രട്ട് ഹോമിൻ്റെ സീക്രട്ടുമായിട്ട് ഒരു ടീം നമ്മുടെ കൂടെ ഉണ്ട്. ഡയറക്ടർ അഭയ്കുമാർ, അപർണ, അനു, ചന്ദന, ശിവദ. എല്ലാവർക്കും നമസ്കാരം. എനിക്ക് തോന്നുന്നു ശരിക്കും അങ്ങനെ ഒരു പാറ്റേൺ നിങ്ങൾ ഫോളോ ചെയ്ത് പോരുന്നുണ്ടെന്ന് തോന്നുന്നു. കാരണം ട്രെയിലർ, ടീസർ, സോങ് ഒന്നും കണ്ടില്ല. എല്ലാം വരും. എല്ലാം സീക്രട്ടാണ്. അങ്ങനെ അറിഞ്ഞുകൊണ്ടല്ല സീക്രട്ടായിട്ട് വെച്ചിരിക്കുന്നതല്ല, അതെല്ലാം വരും. നിങ്ങൾ ആ സ്വഭാവം ഫോളോ ചെയ്യുന്നുണ്ട്. സിനിമ നമ്മൾ തിയേറ്ററിൽ മാത്രം കാണുമ്പോൾ മാത്രമേ എല്ലാം റിവീൽ ആവുള്ളൂ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഹൈഡ് ചെയ്ത് മനഃപൂർവ്വം വെച്ചിരിക്കുന്നതാണ്? അല്ല, അങ്ങനെയല്ല. നമുക്ക് ഇനി അതിന്റെ പ്രൊമോഷൻ കണ്ടന്റ്സ് വരാൻ പോകുന്നുള്ളൂ. അതിന്റെ ഭാഗമായിട്ടാണല്ലോ നമ്മളിപ്പോൾ ഇന്റർവ്യൂസ് എല്ലാം ഷെഡ്യൂൾ ചെയ്തത്. അപ്പോൾ സിനിമ സംസാരിക്കുന്ന വിഷയം നമ്മൾ സമൂഹത്തിൽ വളരെ ഓപ്പണായിട്ട് സംസാരിക്കാൻ ആളുകൾ മടിക്കുന്ന, അല്ലെങ്കിൽ നമുക്ക് സമൂഹത്തിലുണ്ട് ചില സ്ഥലങ്ങളിൽ അത് നിലനിൽക്കുന്നുണ്ട് എന്ന് തോന്നുന്ന ചില കാര്യങ്ങൾ, അത് നമുക്ക് പലപ്പോഴും സമൂഹത്തിന് മുമ്പിൽ പറയാൻ മടിയുള്ള കാര്യങ്ങളാണ്. അല്ലെങ്കിൽ ആളുകൾ അത് എപ്പോഴും ഹൈഡ് ചെയ്ത് തന്നെ ഇരിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയങ്ങളാണ്. അത്തരമൊരു വിഷയം നമ്മൾ ഈ സിനിമയിൽ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതാണ് ഈ സിനിമയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ബേസ്ഡ് ഓൺ റിയൽ ഇൻസിഡന്റ് എന്ന് പറയുന്നുണ്ട്, അതിൻ്റെ കൂടുതൽ ഇൻ കേരള എന്നും കൂടെ പറയുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ സിനിമയുടെ ഡീറ്റെയിൽ തപ്പിയിട്ട് ഞാൻ യൂട്യൂബിലൊക്കെ നോക്കും, അല്ലെങ്കിൽ ഗൂഗിൾ സെർച്ച് ചെയ്യുമ്പോൾ കുറേ ഇംഗ്ലീഷ് സിനിമയുടെ സ്റ്റോറീസും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. എന്താണ് സംഭവം? ഇത് കേരളത്തിൽ ഒന്നല്ല. നിങ്ങൾക്ക് ഈ സിനിമ കഴിയുമ്പോൾ, ഈ സിനിമ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾ റിയലൈസ് ചെയ്യാൻ പോകുന്നത് ഇതുപോലെ ഒരുപാട് സംഭവങ്ങൾ ഞാൻ വാർത്തകളിലും മറ്റും കണ്ടിട്ടുണ്ടല്ലോ എന്നുള്ളത് നിങ്ങൾ റിയലൈസ് ചെയ്യും. ആ റിയലൈസേഷനാണ് ഈ സിനിമ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ റിയലൈസ് ചെയ്യുന്നതോടൊപ്പം ഇത്തരം ഇൻസിഡൻസ് ഉണ്ടാകുമ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് അഫക്റ്റ് ചെയ്യപ്പെടുന്ന ആളുകൾ പലരും നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഇന്നസെൻസ് ആയിട്ടുള്ള ഒരുപാട് പേര് ചിലപ്പോൾ ഇതുകൊണ്ട് അഫക്റ്റഡ് ആവുന്നുണ്ടാവും. ഈ ക്രൈം ഒരു ഇവൻറ്റിൽ ഇൻവോൾവ് ആയിട്ടുള്ള ആളുകൾ മാത്രമല്ല, അതുകൊണ്ട് അവർ മാത്രമേ ശിക്ഷിക്കപ്പെടുന്നുണ്ടാവുള്ളൂ ചിലപ്പോൾ, അല്ലെങ്കിൽ അവരെ മാത്രമേ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടാവുള്ളൂ. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന, ഇതുകൊണ്ട് അഫക്റ്റഡ് ആയിട്ടുള്ള വേറെയും ഉണ്ടാവാം എന്നുള്ളൊരു തിരിച്ചറിവ് കൂടി ഈ സിനിമ സമ്മാനിക്കുന്നതാണ് വിചാരിക്കുന്നത്. അപർണയിലേക്ക് വരികയാണെങ്കിൽ, സീക്രട്ട് ഹോമിലേക്ക് വരുന്നതിന് മുമ്പ് അപർണയുടെ ഒരു ഹോമിനെ പറ്റി നമുക്ക് സംസാരിക്കേണ്ടിയിരിക്കുന്നു. അപർണയുടെ ആ വീടിൻ്റെ ബിൽഡിങ്ങിൻ്റെ ഭാഗമായിട്ട് ഒരു ദിവസമെങ്കിലും ഞാനിവിടെ പാട്ടുമായിട്ടുണ്ട്. അപർണയുടെ ടെൻഷൻസ് കണ്ടിട്ടുണ്ട്. എന്തായി വീടിൻ്റെ കാര്യം? എന്തായി? വീട് പണിയൊക്കെ കഴിഞ്ഞു, അവിടെ താമസമായി. ഞങ്ങളെ ഒന്നും വിളിച്ചില്ല. അതൊരു വലിയ അങ്ങനെ ഒരു പരിപാടിയായിട്ടൊന്നും, വളരെ കുറച്ച് പേര് വന്ന, അതായത് ഇറ്റ്സ് നോട്ട് ലൈക്ക് അതൊരു കുഞ്ഞി എന്റെ ഒരു എന്താ പറയാ, ഒരു ഡ്രീം ആയിരുന്നു എനിക്കൊരു വീട് വെക്കണം. ഞങ്ങൾക്ക് അപ്പുറത്തെ ആളുകളാണ്. ഞാനില്ലേ, ഞങ്ങളുണ്ട്, പറഞ്ഞോളൂ. അപ്പൊ മിണ്ടി പോയിട്ട് അപ്പൊ അങ്ങനെ ഒരു കുഞ്ഞ് എന്താ പറയാ, ഇറ്റ് എന്റെ ഒരു വലിയ ഡ്രീം ആയിരുന്നു. അപ്പൊ അതൊരു വലിയൊരു പരിപാടിയായിട്ടൊന്നും നടത്തിയില്ല. വളരെ ക്ലോസ് സർക്കിളുള്ള കുറച്ച് പേര് മാത്രം വന്ന ഒരു ഫംഗ്ഷൻ ആയിരുന്നു. അതിന്റെ ഒന്നും എവിടെയും നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. ഞാൻ എവിടെയും ഒന്നും ഇട്ടിട്ടുമില്ല. കുഞ്ഞൊരു പരിപാടിയായിരുന്നു. അതുകൊണ്ടാണ് അങ്ങനെ ഒരു ഗ്രാൻഡ് ഫംഗ്ഷൻ ആയിട്ട് ആരെയും വിളിക്കാൻ പറ്റാഞ്ഞത്. അവിടെ എത്തണമെങ്കിൽ ഇന്ന് തിരിക്കണം, നാളെ എത്തണമെങ്കിൽ. ഈ ഫ്ലാറ്റിൽ പോയിട്ടുണ്ടോ? ഇത് കണ്ടാണല്ലോ. ഞങ്ങൾ ഹോം ടൂർ കണ്ടിട്ടുണ്ട്. ഹോം ടൂർ കണ്ടില്ലേ? അത്രയൊന്നും അടിപൊളി വലിയ വീട്. ഇന്നലെ സ്വിഗ്ഗി ഓർഡർ ചെയ്ത ആളിപ്പോ കുറച്ച് നേരം
എറണാകുളത്തിൽ അല്ല, അത് അങ്ങനെ തന്നെ. വിളിച്ചിരുന്നു. ഒന്നുമല്ല, അതായത് ഈ പാടത്തിന്റെ അവിടെ നിന്ന് കുട കിടക്കുന്നു. ഏലൂർ എന്ന് പറഞ്ഞ സ്ഥലം അറിയാം. ആ, അറിയാം. ഭാവിയിലെ മെട്രോപൊളിറ്റൻ സിറ്റിയാണത്. ഇവരൊക്കെ ഇങ്ങനെയൊക്കെ പറയും. ഞാൻ എന്നോട് പറഞ്ഞു മെട്രോ വരാൻ പോവാന്നൊക്കെ പറഞ്ഞു. ഇപ്പൊ അത് കുറച്ച് ഉള്ളിലോട്ടായിരിക്കും. അല്ല, ഇപ്പൊ ഉള്ളിലോട്ടാണ്, കുറച്ച് കഴിയുമ്പോ പുറത്തേക്ക് വരും. ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റെന്തറിയോ, എന്റെ വീട്ടിലേക്ക് അല്ല ഇവരെ വിളിച്ചത്. ഇവരെ വിളിക്കാനേ പാടില്ലായിരുന്നു. വേറെ വല്ല ഹോട്ടലിൽ വെച്ച് വല്ല വേറൊരു തെറ്റ് കൂടെ ചെയ്തു. ഞങ്ങള് വിളിച്ചിരുന്ന ഞങ്ങള് കുറച്ചും കൂടെ പുറത്തേക്ക് ആക്കി തന്നേനെ. നിങ്ങളെ വിളിച്ചാൽ മതിയായിരുന്നു. ഇവരെ വിളിച്ചിട്ട് വന്ന് വെക്കും. ഗൂഗിൾ മാപ്പ് ലൊക്കേഷൻ അയച്ചു തന്നിട്ട് ഒറ്റ ആള് വഴി തെറ്റാണ്ട് അവിടെ ചെന്നിട്ടില്ല. അവയുടെ വഴി തെറ്റാതെ ഫസ്റ്റ് വന്ന് അല്ലേ? അത് ഞാൻ പറയാതിരുന്ന, ഞാൻ അപ്പുറത്ത് കുറെ കറങ്ങിട്ടോ. ആ ചോദ്യം നമുക്കൊന്ന് ക്യാൻസൽ ചെയ്യാൻ പറ്റും. ഞാനൊന്ന് പറഞ്ഞിട്ടില്ല, വീട് വന്നിട്ടില്ല. അയ്യോ, ചിരിച്ചിട്ട് എനിക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറ്റും. വീട് വെക്കുന്ന വേറെ കഥകളുണ്ട് കേട്ടോ, പിന്നെ നമുക്ക് സംസാരിക്കാം. വീട് ടൗണിൽ വെക്കുന്ന ആളുണ്ട്. എവിടെയാ എവിടെയായിരുന്നത്? അവിടേക്ക് മെട്രോ എന്റെ വീട്ടിൽ നിന്ന് ലുലുവിലേക്ക് ഒരു 20 മിനിറ്റേ ഉള്ളൂ വിത്തൗട്ട് ട്രാഫിക്. എയർപോർട്ടിലേക്ക് ഒരു 20 മിനിറ്റേ ഉള്ളൂ വിത്തൗട്ട് ട്രാഫിക്. പിന്നെ ആസ്റ്ററിലേക്ക് അത്രയും ദൂരേ ഉള്ളൂ. എല്ലാത്തിന്റെയും സെന്ററിലാണ് ഇരിക്കുന്നത്. ഇതെല്ലാം ഗൂഗിളിൽ മാത്രല്ലേ? അല്ല, ശരിക്കും ഞാൻ വണ്ടി ഓടിച്ചു പോകുന്നതല്ലേ? ഫോണിൽ നോക്കുമ്പോ ഇങ്ങനെ. അല്ല, ഒരു മിനിറ്റ്, ഇന്ന് ഇവിടെ വരാമെന്ന് പറഞ്ഞിട്ട് 3/4 മണിക്കൂർ ലേറ്റ് ആയിട്ട് വന്നു പറഞ്ഞു. ഞാൻ ഓടിച്ചാൽ ലേറ്റ് ആവുന്നുണ്ട്. യൂബർ പിടിച്ച് വന്ന ആള് 3/4 മണിക്കൂർ ലേറ്റ് ആയി. അപ്പൊ എത്ര മിനിറ്റോട്ട് എത്തുന്നു പറഞ്ഞു? 20 മിനിറ്റോ? ഇത് കുറച്ച് ദൂരമുള്ള സ്ഥലം. അപ്പൊ അവരുടെ ഡ്രീം ഹൗസിനെ പറ്റി നമ്മള് ചിലപ്പോ ഇനി ഒരു എപ്പിസോഡ് വേണ്ടി വരും. അതുകൊണ്ട് തൽക്കാലം നമ്മള് സിനിമയിലേക്ക് എത്തുന്നു. എന്താണ് ക്യാരക്ടർ? എന്താണ്? ഓക്കെ, എന്റെ ക്യാരക്ടറിന്റെ പേരാണ് അയന എന്ന് പറഞ്ഞ ക്യാരക്ടറാണ്. നല്ല സ്മാർട്ട് ആയിട്ടുള്ള എന്താ അവനവന്റെ കാര്യം നടക്കാൻ വേണ്ടി ഏതറ്റം വരെയും പോകുന്ന ഒരു പെൺകുട്ടിയുടെ ക്യാരക്ടറാണ്. എന്ന് വെച്ചിട്ട് മോശമായ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു കുട്ടിയല്ല, പക്ഷെ വെരി സ്മാർട്ട് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ്. ഏതറ്റം വരെയും പോകും. പക്ഷെ അത് ഞാൻ എടുത്തു പറഞ്ഞു, അങ്ങനെ മോശമായ അറ്റം വരെ പോകില്ല. പുള്ളിക്കാരിക്ക് അറിയാം ആരെ എവിടെ നിർത്തണം എന്ന്. നല്ല ബൈക്കൊക്കെ ഓടിക്കാൻ അറിയുന്ന. അതെ, എന്നോട് ഇങ്ങനെയൊക്കെയാണോ ചേട്ടൻ പറഞ്ഞത്? ഇങ്ങനെയൊക്കെയാണ് എന്നോട് പറഞ്ഞത്. ഇത് ഞാൻ പറഞ്ഞു കൊടുത്ത സ്റ്റോറി അല്ല എന്നാണ് ചേട്ടൻ വിചാരിച്ചോണ്ടിരിക്കുന്നത്. അങ്ങനത്തെ ക്യാരക്ടറാന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഈ സിനിമയിലേക്ക് വന്നത്, അഭിനയിച്ചത്. അപ്പൊ അങ്ങനെയൊക്കെ വരുമായിരിക്കും. എനിക്ക് അങ്ങനെ തോന്നി. ഇവർക്ക് എന്താ തോന്നി? ഇവരൊക്കെ വളരെ മോശമായ ആൾക്കാരാണ് സിനിമയില്. ഈ 3 പേരും വളരെ മോശം. ആകെ കുറച്ച് നന്മയുള്ളത് എനിക്ക് മാത്രം. ഇനി ഇവരിലേക്ക് പോവാം. അൻചേട്ടനിലേക്ക് വരികയാണെങ്കിൽ തീവ്രത്തിന്റെ കാര്യം പറയാതെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. അന്ന് ഭയങ്കര ദേഷ്യമായിരുന്നു. ലളിതം സുന്ദരൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ ഒരു ഫേസ് ഉണ്ടല്ലോ എന്ന് തോന്നിയത്. അപ്പം തീവ്രം ചെയ്യുന്നത് സ്റ്റാർട്ടിങ് ടൈമിലായിരുന്നു, കരിയറിന്റെ സ്റ്റാർട്ടിങ്. അപ്പൊ അത്രയും സീരിയസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു വെറുപ്പ് ആൾക്കാരിൽ ഉണ്ടാക്കുന്ന ഒരു ക്യാരക്ടർ എടുക്കുമ്പോൾ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. സ്റ്റാർട്ടിങ് ആണ്, ആൾക്കാർ എങ്ങനെ ഉൾക്കൊള്ളും എന്നൊക്കെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. ആൾക്കാർ ഉൾക്കൊള്ളുന്നതിനെ പറ്റി ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല. ആ സിനിമയിലേക്ക് ഞാൻ എത്തുമ്പോൾ എൻ്റെ രൂപം അങ്ങനെ ആയിരുന്നില്ല. ഞാൻ ഭയങ്കര മെലിഞ്ഞ് ഒരു ഹിപ്പി സ്റ്റൈലിൽ മുടിയൊക്കെ വളർത്തി സായിബാബയൊക്കെ പോലെ ആ ഒരു ഹെയർ സ്റ്റൈലൊക്കെ ഉള്ള ഒരു രൂപത്തിലൊക്കെ നിൽക്കുമ്പോഴാണ് എന്നെ ആ ക്യാരക്ടറിലേക്ക് വിളിക്കുന്നത്. അപ്പം ഞാൻ ഈ സ്ക്രിപ്റ്റ് ഒരുപാട് തവണ വായിച്ചിട്ടുണ്ട് രൂപേഷ് എന്തായിരുന്നു. അപ്പം രാഘവൻ എന്ന് പറയുന്ന ഒരാൾ ഒരു 10-30 വയസ്സായ ഒരാളാണ്. അയാൾക്ക് ഭാര്യയുണ്ട്, ഓട്ടോ ഓടിക്കുന്ന ആളാണ്. അന്ന് എനിക്ക് 22 വയസ്സേ ഉള്ളൂ. അപ്പം ഞാൻ അങ്ങനത്തെ ഒരു പേഴ്സണൽ ലൈഫിൽ അങ്ങനത്തെ ഒരു ഏരിയ ഒന്നും എനിക്ക് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. അപ്പം ആ ഒരു ചലഞ്ച് ഉണ്ടായിരുന്നു അതിലേക്ക് നമ്മൾ എത്തുക എന്നുള്ളത്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ തടിച്ചു. ആ ഒരു ടീം വർക്ക് ആയിട്ട് അതാ ഷൂട്ടിന് മുന്നേ ഒരുപാട് സമയം കിട്ടി അതിന്, ഈ സ്ക്രിപ്റ്റ് ഡിസ്കഷനും പരിപാടികൾക്കും. അങ്ങനെ ഒരു പയ്യ ക്യാരക്ടർ ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ്. അല്ല ആ ആളുകൾ എങ്ങനെ എടുക്കുമെന്ന് ഞാൻ അന്നത്തെ പ്രായത്തിൽ ചിന്തിച്ചിട്ടില്ല. പക്ഷെ അത് എല്ലാവർക്കും ഈ പറയുന്ന പോലെ ഭയങ്കര വെറുപ്പുളവാക്കിയ ഒരു സിനിമയായിരുന്നു. കണ്ടവരെല്ലാം ഭയങ്കര ക്യാരക്ടറിനോട് ഭയങ്കര ഒരു ദേഷ്യം തോന്നി. അതാണ് സക്സസ്. അത് വർക്കായെന്നുള്ളതാണ്. അപ്പം ഇതിലേക്ക് വരുമ്പം എന്താണ് ക്യാരക്ടർ? ഞങ്ങൾക്ക് സ്നേഹം തോന്നുമോ അതോ വീണ്ടും വെറുക്കേണ്ടി? സ്നേഹമല്ല, അതിനകത്ത് എല്ലാ ക്യാരക്ടേഴ്സിനും ഈ പറയുന്നത് പോലെ ഒരു ഒരു ഗ്രേ ഷെയ്ഡ് ഉണ്ട്. ഒരു നല്ല വശം ഉണ്ടാവും, ഒരു മറ്റൊരു വശം ഉണ്ടാവുമല്ലോ എല്ലാ മനുഷ്യർക്കും. അത് പറയുന്ന കഥാപാത്രങ്ങളാണ് ഇതിനകത്ത് കൂടുതലും ഉള്ളത്. അപ്പോൾ അതിനകത്ത് എൻ്റെ ക്യാരക്ടറിൻ്റെ പേര് അജീഷ് രാഘവൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ്. അയാൾ IT പ്രൊഫഷണലാണ്. ശിവതയുടെ കൊളീഗായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ആളാണ്.
ബാക്കി ഈ ഇൻസിഡന്റുമായിട്ട് റിലേറ്റഡ് ആണ് അതിന്റെ ബാക്കി ആ ഒരു ഗ്രോത്ത് പറയണമല്ലോ, അതപ്പോൾ നമുക്ക് റിവീൽ ചെയ്യാൻ പറ്റില്ല. അടുത്തിറങ്ങിയ കുറച്ച് സിനിമകളിലൊക്കെയും പോലീസ് അല്ലെങ്കിൽ കുറ്റാന്വേഷണം അങ്ങനെയൊക്കെ ഉള്ള ഒരു ടച്ചിലുള്ള ക്യാരക്ടേഴ്സ് ആയിരുന്നു തിരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നത്. എന്തുകൊണ്ടാണ് സെയിം ഒരു വേയിൽ വരുന്ന ക്യാരക്ടേഴ്സ് തിരഞ്ഞെടുക്കുന്നത്? അല്ല, പോലീസ് ക്യാരക്ടർ ഞാൻ 2 സിനിമകൾ ചെയ്തിട്ടുള്ളൂ. അയ്യപ്പനും കോശിയും 21 ഗ്രാംസ് ചെയ്തിട്ടുള്ളൂ. അത് കഴിഞ്ഞ് ഞാൻ ചെയ്ത ലളിതം സുന്ദരം ഇതൊന്നുമല്ല, അത് വളരെ ചെറിയൊരു വയലും മ്യൂസിക് ഇഷ്ടപ്പെടുന്ന ഒരാളായിട്ടൊക്കെയാണ് ചെയ്തത്. പിന്നെ ചെയ്തത് ധൂമം, 12th മാനിൽ ഞങ്ങൾ വേറെ ഒരു ടെറൈനിൽ നിൽക്കുന്ന ക്യാരക്ടേഴ്സ് ആയിരുന്നു. അപ്പൊ അങ്ങനെ ഒരു ഒരേ തരത്തിലുള്ള ക്യാരക്ടർ ചൂസ് ചെയ്യുന്നതല്ല, നമുക്ക് വരുന്ന സിനിമകളിൽ ഇഷ്ടപ്പെടുന്ന കഥകളും കഥാപാത്രങ്ങളും സെലക്ട് ചെയ്യാന്നുള്ളതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചന്തു ചേട്ടാ, ഞാൻ എപ്പോഴും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഫിനിക്സിലെയാണ്. ഫിനിക്സിലെ ക്ലൈമാക്സില് ആ ഒരു ഫീൽ ഉണ്ടല്ലോ. ഒരു റീലിൽ ഞാൻ കണ്ടാൽ, ഒരു വീഡിയോയിൽ കണ്ടാണ്, ഷൂട്ട് കഴിഞ്ഞതിന് ശേഷം ചന്തുചേട്ടൻ പോയിട്ട് സ്ക്രീനിൽ നോക്കിയിട്ട് സ്വന്തമായിട്ടൊന്ന് അത് ഫീൽ ചെയ്ത് ആസ്വദിച്ച് കാണുന്നുണ്ടായിരുന്നു. അപ്പം അതിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ആ പ്രണയം എത്രത്തോളം ആസ്വദിച്ചു? അയ്യോ, ആ പ്രണയം, ഫിനിക്സ് പറയുന്ന പ്രണയം ആസ്വാദനത്തിനപ്പുറത്തേക്ക് ഒരു ട്രാജഡിയിലോട്ടാണല്ലോ എൻഡ് ചെയ്യുന്നത്. നീ പറയുന്ന പോലെ പ്രണയം എന്നൊരു ഏരിയ 18 മണിക്ക് ശേഷം എനിക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയൊരു സിനിമ ഇതായിരുന്നു. പക്ഷെ അതിൽ പ്രണയത്തെക്കാൾ എനിക്ക് തോന്നുന്നു ആ ഫൈനൽ, ആ സബ്മിഷൻ അല്ലേ, അയാൾ ഒറ്റപ്പെട്ടു പോകുന്ന, അയാളൊരു ചതിയുന്ന, അയാൾ റിയലൈസ് ചെയ്യുന്ന, ആ കുട്ടി പോയതിനു ശേഷം അയാളുടെ ഒരു അവസ്ഥയുണ്ടല്ലോ, എനിക്ക് അതായിരുന്നു എൻ്റെ ഹൈ പോയിന്റ് ഇൻ ദ ഫിലിം. അതാണ് ഇപ്പോഴും ഇൻസ്റ്റയിലൊക്കെ ആയാലും ഫീഡ്സിലായാലും അത് അപ്രീഷിയേറ്റ് ചെയ്യപ്പെടുന്ന അതാണ്. അപ്പം പ്രണയം എൻജോയ് ചെയ്യുന്നതിനെക്കാട്ടും പ്രണയം നമ്മൾ തകർന്നു പോയ അവസ്ഥയാണ് കൂടുതൽ സെലിബ്രേറ്റ് ചെയ്യപ്പെട്ട അതിൻ്റെ അകത്ത്. ആ ഇമോഷണൽ ഹുക്കും, അത് എല്ലാവരും പറയുമ്പോൾ ആ കരച്ചിൽ നന്നായി എന്ന് പറയുമ്പോൾ അറിയാതെ കരഞ്ഞു എന്നൊക്കെ ഒരുപാട് മെസ്സേജ് ഡെയിലി വരുമ്പോൾ അത് ഭയങ്കര സന്തോഷമാണ്. ക്യാരക്ടർ അങ്ങനെ വർക്ക് ആവണം. ബിക്കോസ് ആ ക്ലൈമാക്സിനെ പറ്റി സിനിമയുടെ സ്റ്റാർട്ടിങ് തൊട്ട്, ഷൂട്ടിംഗ് തൊട്ട്, സ്ക്രിപ്റ്റ് റീഡിങ് തൊട്ട് ചർച്ച ചെയ്തതാണ്. മിഥുൻ ചേട്ടനായാലും ഐശ്വരനായാലും ഡയറക്ടർ വിഷ്ണു ആയാലും എല്ലാവരും അതിനെപ്പറ്റി സംസാരിക്കും. നമുക്ക് അതിലോട്ട് എത്തണം. അപ്പം അതെനിക്ക് പ്രിപ്പയർഡ് അല്ലാന്ന് വെച്ചാൽ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്തൊന്നല്ല, ഐ വാസ് വെയിറ്റിംഗ് ഫോർ ദ ഡേ ടു പെർഫോം ദാറ്റ് സീൻ. കാരണം എനിക്ക് ഭയങ്കര ഒരു ആക്രാന്തത്തോടെ ഒരു മീല് കിട്ടുന്നല്ലോ, വിശന്ന് വലഞ്ഞൊരു മീല് കിട്ടുന്നല്ലോ, പെർഫോം ചെയ്യാൻ ഒരു സ്പേസ് കിട്ടുന്ന ഒരു ആക്ടറിന്. ഇപ്പം നമ്മൾ ഇത്രയും ആക്ടേഴ്സിനെ നിങ്ങൾ എൻജോയ് ചെയ്യുമ്പോഴത്തേക്കും നമ്മളെല്ലാവരും മനസ്സിലൊരു പെർഫോമേറ്റീവ് ആസ്പെക്റ്റ് ഉണ്ട്. അപ്പം അതെവിടെയെങ്കിലും കിട്ടുന്ന ഒരു പോയിന്റാണ്. അതല്ല നമ്മൾ സ്ക്രിപ്റ്റ് സെലക്ട് ചെയ്യുന്ന പ്രശ്നമല്ല, നമ്മൾ ആഗ്രഹിക്കുന്നതിൻ്റെ അപ്പുറം പോയി ചെയ്യണമെന്നാണ് ഇതിൻ്റെ. പക്ഷെ എനിക്ക് സീക്രട്ട് ഹോമിലോട്ട് വരുന്നു എന്ന് ചോദിച്ചു, കണക്ട് ദാറ്റ് ടു സീക്രട്ട് ഹോം. ദോ ഐ ഹാവ് ഡൺ സോ മെനി ത്രില്ലർ മൂവീസ് ആൻഡ് മിസ്റ്ററി മൂവീസ് ആൻഡ് ഡ്രാമ എന്തൊക്കെ ചെയ്താലും ഈ ശരൺ എന്നുള്ള ക്യാരക്ടറിന്റെ വേരിയേഷൻ, ദ ആർക്ക്, എനിക്ക് ഭയങ്കര രസം മീൻസ് ഇൻ എ വെരി വെരി നെഗറ്റീവ് വേ. പ്ലേ ചെയ്യാൻ നമുക്ക് ഇയാൾ വളരെ അണ്ടർ പ്ലേ ചെയ്ത ചില ഏരിയസ്. ആസ് എൻ ആക്ടർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് ചെയ്തൊരു ക്യാരക്ടറാണ്. ആ ആക്ടർ പെർഫോം ചെയ്ത ക്യാരക്ടറിനെ നിങ്ങൾ ഇഷ്ടപ്പെടില്ല എന്നാണ് തോന്നുന്നത്. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടു അല്ല, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ രക്ഷപ്പെട്ടു എന്ന് പറയുന്ന ആദ്യത്തെ ആളായിരിക്കും എന്ന് തോന്നുന്നു. അല്ല, അങ്ങനെയാണ് അനുവിന്റെ ഇത് പറഞ്ഞതുപോലെ നമ്മൾ എന്താണോ കൺവേ ചെയ്യാൻ നോക്കുന്നത്. ഒരു പെൺകുട്ടി അതിഭീകരമായി പ്രണയിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ അവളെ പ്രണയത്തെ നമുക്ക് ഇഷ്ടപ്പെട്ടാലേ അത് വെക്കുക എന്ന് പറയാൻ പറ്റുള്ളൂ. കരച്ചിലാണെങ്കിൽ നമ്മൾ കരഞ്ഞാലേ അത് വെക്കുക എന്ന് പറയാൻ പറ്റും. വില്ലനാണെങ്കിൽ അയാളെ പേടിച്ചാലേ നമുക്ക്, അത് അയാളുടെ പ്രശ്നമല്ല, ചന്തുനാഥിന്റെ പ്രശ്നമോ അല്ലെങ്കിൽ അനുവിന്റെ പ്രശ്നമല്ല, ആ ക്യാരക്ടറിന്റെ പ്രശ്നം നമ്മൾ അതുപോലെ കൺവേ ചെയ്യാൻ പറ്റുന്നുള്ള ഇതാണ്. അതിൽ വെറുപ്പോ ഇപ്പൊ എൻ്റെ അടുത്ത് ഈ സിനിമ കൊണ്ടുവരുമ്പോഴത്തേക്ക് അവസാന നറേഷന് ശേഷം അനിലേട്ടനും അവേട്ടനും ചോദിച്ച് മറ്റേ പരിപാടി ഓക്കെ ആണല്ലോ അല്ലേ, മറ്റേ പരിപാടി നിങ്ങൾ സിനിമയിൽ കാണും, അപ്പോൾ കുഴപ്പമില്ല കേട്ടോ. അല്ല, എല്ലാവർക്കും അവർക്ക് ഭയങ്കര ഡൗട്ടായിരുന്നു. ഞാനത് അക്സെപ്റ്റ് ചെയ്യുമോ, എൻ്റെ ഒരു ഇമേജിനെ അത് ബാധിക്കുമോ. ടു ബി റിയലി ഓണസ്റ്റ്, അത്തരത്തിലുള്ള ഒരു ടാബു ഇമോഷൻസും ഐ മീൻ ന്യൂവാൻസസും എടുക്കാത്ത ഒരാളാണ് ഞാൻ. അപ്പൊ അങ്ങനെ സിനിമയിൽ ഞാൻ എന്തിനാ നോക്കുന്നത്, എനി എക്സ്റ്റെൻറ്റ് എനിക്ക് ഫോർ ദ സേക്ക് ഓഫ് ദ സീൻ, ഫോർ ദ സേക്ക് ഓഫ് ദ സ്ക്രിപ്റ്റ്, അല്ലാതെ കാണിക്കുക എന്നുള്ളതല്ല. ഇങ്ങനെ ചുമ്മാ അത് കാണിക്കാൻ വേണ്ടി കാണിക്കുകയല്ല, അത് വർക്ക് ആവണം എൻ്റെ. അതിലെനിക്ക് അങ്ങനത്തെ ഒരു ജാള്യത ഇല്ലാത്തൊരു മനുഷ്യന് അല്ല, എനിക്കൊന്നും ഇവിടെ ഇരിക്കുന്ന ആർക്കും അങ്ങനെ ഉണ്ടെന്ന് തോന്നുന്നില്ല. ഇതൊക്കെ പറഞ്ഞു കേൾക്കുമ്പോ ഇതിന് വേണ്ടിയിട്ട് കുറച്ച് പ്രിപ്പറേഷൻസ് വേണ്ടി വന്നു എന്ന് തോന്നുന്നു. ഇതിലോ അങ്ങനെ പ്രെപ്പ് ചെയ്ത് ചെയ്യാൻ വേണ്ടി ചെയ്തു. വെൻ യു പ്രെപ്പ്, നമുക്കൊരു ബോഡി മേക്ക് ഓവർ വേണം, ഇമോഷണൽ ശരിക്കും ഡാണിഷ് ആയി പോകണം, അവിടെയൊക്കെ ഒരു പ്രെപ്പ് വേണം. നമ്മളവിടെ ഇത് പ്രെപ്പല്ല, യു ജസ്റ്റ് ഗോ പ്ലെയിൻ, യു ജസ്റ്റ് മനസ്സിലാക്കണം ആ സബ്ജക്ട് എന്തോന്ന്, അയാൾ എന്തോന്ന് മനസ്സിലാക്കുന്നത്. അതിന് ഇവർ ഭയങ്കര എഫേർട്ട് ഇടുന്നുണ്ട്. ഓരോ വട്ടോ സ്ക്രിപ്റ്റ് സീൻ അനിൽ വിൽ കം, വിൽ സിറ്റ് ബിസൈഡ് യു, എന്നിട്ട് ഇത് നമ്മൾ ഉദ്ദേശിക്കുന്നത് വളരെ സോഫ്റ്റ് ആയിട്ട് പറയുള്ളൂ കേട്ടോ. അപ്പൊ ചെറിയൊരു ഏരിയ മാറിക്കഴിഞ്ഞപ്പോൾ അത് ചന്തു നമ്മൾ വേണ്ടത് ഇത് വളരെ സോഫ്റ്റ് ആയിട്ട് നമ്മളിങ്ങനെ ഇൻജക്ട് ചെയ്ത് അകത്ത് കയറ്റും. പിന്നെ നമ്മൾ പോയി പെർഫോം ചെയ്ത് കൊടുത്താൽ മതി. സി വെൻ വി ഹാവ് ടൂൾസ്, ഡിഫറെന്റ് പലതരത്തിലുള്ള ഓപ്ഷൻസ് നമ്മളിൽ ഉണ്ടെങ്കിൽ ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തോണ്ടിരുന്നാൽ മതി. യു ഷുഡ് ഹാവ് ഓപ്ഷൻസ്. ഐ ബിലീവ് ഐ ഹാവ് ഗോട്ട് ഓപ്ഷൻസ്.
ശിവത ചേച്ചിയിലേക്ക് വരികയാണെങ്കിൽ ആദ്യം തന്നെ ഒരു കൺഗ്രാറ്റുലേഷൻസ് പറയുന്നു. കാരണം സാധാരണ നടീനടന്മാരെ എപ്പോഴും സൗന്ദര്യം സംരക്ഷിക്കുന്ന അല്ലെങ്കിൽ കെയർ ചെയ്യുന്ന ആൾക്കാരാണ്. പക്ഷേ ചേച്ചി കഴിഞ്ഞ ദിവസം ഒരു ശക്തമായിട്ടുള്ള ഒരു തീരുമാനം എടുത്തു, ക്യാൻസർ പേഷ്യൻസിന് മുടി മുറിച്ചു കൊടുക്കുക എന്നുള്ളത്. അപ്പം എങ്ങനെയായിരുന്നു ആ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്? അങ്ങനെ വലിയ തീരുമാനമൊന്നുമില്ല. ഹെയർ കട്ട് ചെയ്യാൻ ഡിസൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ചുമ്മാ ചോപ്പ് ഓഫ് ചെയ്ത് കളയുന്നേക്കാളും ആർക്കെങ്കിലും കൊടുത്താലോ എന്ന് ഉള്ളിൻ്റെ ഉള്ളൊരു ആഗ്രഹം തോന്നി. അങ്ങനെ അതിനെങ്ങനെയാണ് ആരെ കോൺടാക്ട് ചെയ്യേണ്ടതെന്ന് അറിയില്ലായിരുന്നു. അപ്പോഴാണ് രാജഗിരിയുടെ എന്താ പറയുക ഡയറക്ടർ, നമ്മുടെ ജോയ് ഫാദർ, എൻ്റെ പ്രിൻസിപ്പളായിരുന്നു. അദ്ദേഹം ചുമ്മാ വിളിച്ചു ചോദിച്ചാണ്, തലേ ദിവസം വിളിച്ചു ചോദിച്ചു, പിറ്റേ ദിവസം വന്നോളാൻ പറഞ്ഞു. അത്ര ഒരു ഇവന്റ് ആണെന്നോ എനിക്കൊന്നും അറിയില്ലായിരുന്നു. ശിവദ ജസ്റ്റ് നമുക്ക് ഇതൊരു ക്യാമ്പയിനായിട്ട് എടുത്താൽ ഞാൻ പറഞ്ഞു എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഞാൻ അപ്പോഴും വിചാരിച്ചിരുന്നു ചെല്ലുക, മുടി മുറിച്ച് കൊടുക്കുക, തിരിച്ചു പോയി എൻ്റെ സ്റ്റൈലിസ്റ്റിൻ്റെ അടുത്ത് പോയി കട്ടി, അത്രേ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പുറത്തേക്ക് ഇതൊരു ഇവന്റ് ആവുമെന്ന് അല്ലെങ്കിൽ ഇത് മാധ്യമങ്ങൾ ഒന്നും വിചാരിച്ചിട്ടുണ്ടായില്ല. ചെന്നു അത്രേ ഉള്ളൂ. പക്ഷെ അവിടെ ചെന്നപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയത്, ഞാനിത് എവിടെയും പോസ്റ്റ് ചെയ്യുന്ന പോലും ഞാൻ വിചാരിച്ചില്ല. ഞാൻ എൻ്റെ ഹെയർ കട്ട് വീഡിയോ ഇട്ടത്. പക്ഷെ അവിടെ ചെന്നപ്പോൾ അവിടുത്തെ ഇൻ ഹൗസിലെ ആൾക്കാർ ഒരു 20 പേര് ഫ്രണ്ടിലേക്ക് വന്നു. ഞാൻ കട്ട് ചെയ്യുന്ന കണ്ടിട്ട് 20 പേര് ഹെയർ ഡൊണേറ്റ് ചെയ്തു. അപ്പോൾ ഭയങ്കര ഒരു സന്തോഷം തോന്നി. ഓക്കെ ഫൈൻ, അങ്ങനെ സന്തോഷം തോന്നി. അത്രയല്ല, അതിനപ്പുറത്തേക്ക് ഇതൊരു പബ്ലിസിറ്റി ആയിട്ട് അങ്ങനെയൊന്നും ഉണ്ടല്ലോ. പക്ഷെ ഫാദർ എൻ്റെ പ്രിൻസിപ്പൽ അച്ഛൻ പറഞ്ഞത്, ശിവദ ഇങ്ങനത്തെ സ്പേസിൽ നിൽക്കുന്ന ഒരാൾ ചെയ്ത് കഴിഞ്ഞാൽ മേ ബി ഇഫ് യു കുഡ് ഇൻസ്പയർ അറ്റ്ലീസ്റ്റ് 1%, അങ്ങനെ വിചാരിച്ചുള്ളൂ. പക്ഷെ 1% വരെ 20 പേര് മുന്നോട്ട് വന്നപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. ഈ ക്യാരക്ടറിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ് ക്യാരക്ടർ? എങ്ങനെ? ക്യാരക്ടറിന്റെ പേര് സരിക, IT പ്രൊഫഷണൽ. അനുവിന്റെ സിമ്പിൾ ആയിട്ട്. ബട്ട് ഐ തിങ്ക് മലയാളത്തിൽ, തമിഴിൽ ചെയ്തിട്ടുണ്ട്. ബട്ട് മലയാളത്തിൽ ഇങ്ങനത്തെ ഒരു, കാരണം എപ്പോഴും പറയുന്ന പോലെ ശിവനാഥ് ഷീ ഹാസ് എൻ ഇമേജ്, മീൻസ് ആസ് എൻ ആക്ടർ ഞാൻ പറയാണ്, എന്നെ എപ്പോഴും ഭയങ്കര ഇതായിട്ട് ഭയങ്കര മോട്ടിവേഷൻ കൊടുക്കുന്നതാണ്. പക്ഷെ ഐ ഡോണ്ട് തിങ്ക് അതിൽ നിന്ന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് തോന്നി. ആൻഡ് മോർ ഓവർ ആ ഒരു ത്രെഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആ ഒരു ഇൻസിഡൻറ്റ് നടന്നത് ബേസ് ചെയ്തിനെ ചെയ്തത്. കാരണം ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ അബേട്ടനോട് ചോദിച്ചത് ഇതുപോലത്തെ ഒരു സംഭവം അപ്പം അതിനെ ബേസ് ചെയ്തൊക്കെ തന്നെയാണ്. അങ്ങനെ പറഞ്ഞപ്പോഴാണ് ഓക്കെ, എനിക്ക് ഓർമ്മയാണ്, ഞാൻ അത്രയ്ക്ക് ഭയങ്കര അപ്ഡേറ്റഡ് ആയിട്ടില്ല. പക്ഷെ ഞാൻ കേട്ടിട്ടുള്ള ഒരു കാര്യങ്ങളാണ്, എന്താ ഇതിൻ്റെ പുറകെ നടന്നതെന്ന് ആകാംക്ഷ തോന്നിയിട്ടുള്ളതാണ് ആ സമയത്ത് വായിച്ചപ്പോൾ. ആ ഒരു ക്യൂരിയോസിറ്റി എനിക്ക് തോന്നുന്നു എല്ലാ പുറത്തുനിന്ന് നോക്കുന്ന ആൾക്കാർക്കും കാണും, ഒബ്വിയസ്ലി കാണും. ആ ഒരു ക്രൈം നടന്നപ്പോൾ അത് എന്തായിരുന്നു, എന്തുകൊണ്ട് അങ്ങനെ വിചാരിക്കുന്ന ആൾക്കാരുണ്ട്. ആ ഒരു സാധനം എനിക്ക് ഇതിൽ കിട്ടിക്കഴിഞ്ഞപ്പോൾ അതോട് കേൾക്കാൻ വേണ്ടി. ഞാൻ ശിക്കാരി ശംഭുവില് കുറച്ച് ബോൾഡ് ആയിട്ടുള്ള ക്യാരക്ടറാണ് കണ്ടത്, ഒരു ഇറച്ചി വെട്ടുന്ന ലേഡിയായിട്ട്. അതിനുശേഷം പിന്നെ തമിഴിൽ ഒരു പടം കണ്ടിരുന്നു, അതും കുറച്ച് ബോൾഡ് ആയിട്ടുള്ള ക്യാരക്ടറാണ്. അപ്പൊ അതിൽ നിന്ന് എത്ര വ്യത്യസ്തമായിരിക്കും? ഇത് ബോൾഡ് ആണെന്ന് പറയുന്നുണ്ട്, അപ്പൊ അതിൽ നിന്ന് എത്ര വ്യത്യസ്തമായിരിക്കും? നിങ്ങൾ തന്നെ പറയും എത്രത്തോളം വ്യത്യസ്തമാണെന്ന്. അതല്ലേ വേദന ഞാൻ പറഞ്ഞു പോലിപ്പിക്കുന്ന. എങ്കിലും ക്യാരക്ടറെ പറ്റിയിട്ട് ഈ സീക്വൻസ് ഒന്നും കളയാതെ പറയുകയാണെങ്കിൽ. ഒന്നും പറയാൻ പറ്റില്ല, ഒന്നും പറയാൻ പറ്റില്ല. അല്ല, അങ്ങനെ ഒരു ഹെവി ലോഡ് ഓഫ് ഫിലിം ശിവതയുടെ തോളിലുണ്ട് ഈ സിനിമയുടെ. അത് ബ്യൂട്ടിഫുൾ ആയിട്ട് പുള്ളിക്കാരി അത് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ അപ്പുറത്തേക്ക് നമുക്കിപ്പോൾ ഒന്നും അതിനെപ്പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഓരോന്നോരോന്നിട്ട് പറയേണ്ടി വരും. ശിവത അവിടെ പോയിട്ട് പിന്നെ ശിവത ഇവിടെ പോയിട്ട്, അതല്ല, ഒരു ഹെവി ലോഡ് ശിവതയുടെ തോളിലാണ് സിനിമയുടെ. നമ്മൾ കൈയ്യുമല്ല, നമുക്ക് എല്ലാവർക്കും കോൺട്രിബ്യൂട്ട് ചെയ്യണം അവരവരുടെ പോർഷൻസ്. കാരണം ഈ 4 പേരുടെ ആംഗിളാണ്, ഒരൊറ്റ ഇൻസിഡന്റിൽ 4 പേര് എങ്ങനെ റിലേറ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് സിനിമ. പക്ഷെ ഒരുപാട് ലോഡ് അവരുടെ ശിവതയുടെ ഷോൾഡർ ഉണ്ട്, ഒരുപാട് ആർക്കിൽ വർക്ക് ചെയ്യേണ്ട ക്യാരക്ടറുമാണ്. ഷീ ഹാസ് ഡൺ ഇറ്റ് ബ്യൂട്ടിഫുള്ളി. സർ, റിയൽ സ്റ്റോറീസ് എഴുതുമ്പോൾ എപ്പോഴും നമുക്കൊരു ബാധ്യതയാണ് ഇത് പുറത്തേക്ക് വരുമ്പോൾ. കാരണം ഓൾറെഡി ആളുകൾക്ക് ഇതിനെപ്പറ്റി ഒരു ഐഡിയ ഉണ്ടാവും. അപ്പം നമ്മൾ കൊടുക്കുന്ന സാധനം ആളുകളിലേക്ക് എങ്ങനെ എത്തും, അവരെങ്ങനെയാണ് ഈ സബ്ജക്റ്റിനെ എടുക്കുക എന്നുള്ളൊരു എപ്പോഴും ഒരു ബാധ്യതയായിട്ടാണ് വരുന്നത്. ഇപ്പോൾ കുറുപ്പ് പോലുള്ള സിനിമകൾ ഇറങ്ങിയ സമയത്ത് അത് അങ്ങനെയല്ലല്ലോ ഇങ്ങനെ ആയിരുന്നല്ലോ എന്നൊക്കെയുള്ള കുറേ സംസാരങ്ങൾ വന്നിട്ടുണ്ട്. അപ്പം റിയൽ സ്റ്റോറീസ് പ്രസൻറ്റ് ചെയ്യുമ്പം എത്രത്തോളം കെയർഫുൾ ആയിരിക്കണം? ഇല്ല, ഈ കഥ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഒരു ക്രൈം നടന്നു, അതിൽ പ്രതികൾ ശിക്ഷിക്കപ്പെട്ടു, നമുക്ക് അതിനുമായി ബന്ധപ്പെട്ട ന്യൂസും കാര്യങ്ങളും അറിയാം, കോടതിയുടെ വിധിയും കാര്യങ്ങളും അറിയാം. ഓക്കെ, അങ്ങനത്തെ ഒരു കാര്യമല്ല കേട്ടോ. ഒന്നിലധികം ഇൻസിഡൻസ് നടക്കുമ്പോൾ നമുക്ക് അതിനെ പറ്റിയിട്ടൊരു ധാരണ നമുക്കുണ്ട്. ഇപ്പോൾ ന്യൂസ് നമുക്ക് തരുന്ന TV ചാനൽസ് എല്ലാം തരുന്ന ഏത് ഇൻസിഡൻറ്റിനെ കുറിച്ചും നമുക്കൊരു പെർസ്പെക്റ്റീവ് തരും. പക്ഷെ ഒരിക്കലും ഞാൻ പലപ്പോഴും കണ്ടിട്ടുള്ളത് ദർ ഈസ് ആൻ അതർ പെർസ്പെക്റ്റീവ്. നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ ഇതല്ലാതെ സംഭവിക്കാനുള്ള സാധ്യതകൾ ഒരുപാടുണ്ട്, പക്ഷെ നമ്മളത് നോക്കാറില്ല. അപ്പം ഞങ്ങൾ ട്രൈ ചെയ്തത്, ഇപ്പോൾ ഒരു ക്രൈം നടന്ന് നമുക്ക് തന്നെ തോന്നില്ല അയ്യോ അവരത് ചെയ്യുമോ, അവർ ചെയ്യാനൊരു സാധ്യതയില്ല, പക്ഷേ തെളിവൊക്കെ അവർക്കെതിരാണ് എന്ന് തോന്നുന്ന പല സംഭവങ്ങളും നടക്കണം. അപ്പോൾ അവരല്ല അത് ചെയ്തിട്ടുള്ളതെങ്കിൽ എന്തായിരിക്കാം അതിൻ്റെ പിന്നിലുള്ള വേറെ ഓപ്ഷൻസ്, അത് നമ്മളൊന്നൊരു ട്രൈ ചെയ്യുമായിരുന്നു. അതിൻ്റെ പിന്നിലുള്ള അത് ഫിക്ഷൻ, അത് റിയാലിറ്റി അല്ല, അത് നമ്മൾ പ്യൂർലി ഫിക്ഷനാണ്. നമ്മൾ ആ ഫിക്ഷനിലേക്ക് വരുമ്പോൾ അതിൻ്റെ റീസൺ എന്താണെന്ന് കണ്ടെത്താൻ ശ്രമിക്കുമ്പോഴാണ് നമുക്ക്
മേ ബി നമ്മൾ സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടാൻ ആഗ്രഹിക്കാത്ത തരം ഡാർക്ക്നെസ് അല്ലെങ്കിൽ നെഗറ്റീവ് ഷെയ്ഡുള്ള ഫാമിലീസ് ഉണ്ട്. അപ്പോൾ ആ ഏരിയ നമ്മളൊന്ന് എക്സ്പ്ലോർ ചെയ്യുകയാണ്, ആ ഏരിയ റിവീൽ ചെയ്യുകയാണ്. അത് ആൾക്കാർക്ക് അത് വളരെ ഇപ്പോൾ പറയുക എല്ലാം നന്മ മാത്രം കണ്ട് ശീലിച്ച് അങ്ങനെ മതി എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ചിലപ്പോൾ അത് ഇഷ്ടപ്പെടില്ല. പക്ഷേ നന്മ മാത്രമല്ല എല്ലാവരിലും, എല്ലാ മനുഷ്യരിലും ഒരു ചെറിയ ശതമാനമെങ്കിലും ഒരു സീക്രട്ട് ഓഫ് അവരുടെ ഗ്രേറ്റ് ഷെയ്ഡ് ഉണ്ട് എന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അത് നമ്മൾ ഓരോ ക്യാരക്ടറിലും അത് റിവീൽ ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പം നമുക്ക് കാണുവാണെങ്കിൽ ഇവർ പൂർണ്ണമായൊരു വില്ലനായിട്ട് മാത്രം തോന്നുന്നില്ല, അല്ലെങ്കിൽ അവരുടെ നെഗറ്റീവ് ഷെയ്ഡ് ഓക്കെ അയാൾ ഇങ്ങനെ ആയതിന് ഇങ്ങനൊരു കാരണമുണ്ടാകും, അല്ലെങ്കിൽ ഇയാൾ ഇങ്ങനെ ആയിരുന്നെങ്കിൽ ഇയാൾ കുറച്ചുകൂടി ബെറ്റർ ആയിപ്പോയേനെ എന്നൊക്കെ തോന്നാവുന്ന ഓരോ ആസ്പെക്ട്സ് ഇപ്പോൾ അനുവിൻ്റെ ക്യാരക്ടറിനുണ്ട്, ശിവയുടെ ക്യാരക്ടറിനുണ്ട്. ഇപ്പോൾ ചന്തുവിന് പോലും അത്രയും ഗ്രേറ്റ് ഷെയ്ഡ് പോലും ചെയ്യുമ്പോൾ പോലും ആൾക്ക് ആളുടേതായ, ഇപ്പോൾ നമ്മൾ ഇന്നലെ ഇരുന്ന് ഒരുമിച്ച് സിനിമ കാണുമ്പോൾ പറയുന്നത് എന്നേക്കാൾ പ്രശ്നമുള്ളൂ നീ എന്ന് തോന്നുന്ന തരത്തിൽ അത്തരം പ്രശ്നങ്ങൾ വേണമെങ്കിൽ ഒരു പെർസ്പെക്റ്റീവ് നോക്കി ഇയാളാണ് കൂടുതൽ മോശം തോന്നാം. പക്ഷേ അയാളുടെ സൈഡിൽ നമ്മൾ നോക്കുമ്പോൾ കുറേ നല്ല കാര്യങ്ങൾ അയാളുടെ ഭാഗത്തുണ്ട്. ഇത് എല്ലാ പെർസ്പെക്റ്റീവിലും അങ്ങനെ മാറി ചിന്തിക്കാവുന്ന ഓപ്ഷൻസ് ഈ ക്യാരക്ടേഴ്സിന് എല്ലാം ഉണ്ടെന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത. എനിക്കൊന്ന് അത് തന്നെയായിരുന്നു ഞാൻ ഇപ്പോഴും റിലേറ്റ് ചെയ്യുന്നത്. കഥ പറയുമ്പോൾ ഇവർ അത് തന്നെ പറഞ്ഞു, ഇതിൽ ആരാ കൂടുതൽ മോശക്കാരൻ, അത് പെർസ്പെക്റ്റീവാണ്. അത് അതെ അതെ എത്ര ലെവൽ ഓഫ് മോശം. ഈ സിനിമ കഴിഞ്ഞാൽ പോലും ഈവൻ നമ്മൾ ഈ കഥ പറഞ്ഞ് പല ആളുകളുടെ അടുത്ത് വേറെ പല ആർട്ടിസ്റ്റുകളോടും പറഞ്ഞിട്ടുണ്ട്, ലീഡ് ആർട്ടിസ്റ്റുകളല്ല അല്ലാത്ത ലെവലാണ്. അപ്പോൾ അവർ ഈവൻ നമ്മൾ പറഞ്ഞ കഥയിൽ നിന്ന് അല്ലാതെ വേറൊരു പേഴ്സ്പെക്റ്റീവ് ആലോചിച്ചത് ഇങ്ങനെ ആയിക്കൂടെ, ഇങ്ങനെയും ആയിക്കൂടെ എന്ന് ചോദിച്ചിട്ടുണ്ട് ഇതിൻ്റെ റിസൾട്ട്. അപ്പോൾ സത്യമാണ്, നമ്മളത് പച്ചയ്ക്ക് പറയാൻ ഉദ്ദേശിക്കാത്ത അല്ലെങ്കിൽ ആ പേഴ്സ്പെക്റ്റീവ് നമ്മൾ ഹൈഡ് ചെയ്ത് വെച്ചിരുന്ന പേഴ്സ്പെക്റ്റീവ് ആളുകൾ ഇങ്ങനെയും ആവാം എന്ന് പറയുന്ന ഇൻസിഡൻസ് ഉണ്ടായി. അത് നമുക്ക് ഭയങ്കര എന്താ പറയുക മോട്ടിവേഷൻ ആയിരുന്നു. ഓക്കെ, ഈ സിനിമ കണ്ടു കഴിഞ്ഞ ആളുകൾക്ക് അതിൻ്റെ പല തലങ്ങൾക്ക് ആലോചിക്കാനുള്ള ഓപ്ഷൻ കൊടുക്കുന്നു എന്നുള്ളത് നമ്മൾ നമുക്ക് ചില വീടുകളിലേക്ക് ചെല്ലുമ്പം അടച്ചിട്ട് വീടുകളിലേക്ക് കയറി ചെല്ലുമ്പോൾ എന്തെങ്കിലും ഒരു മിസ്റ്ററി തോന്നും, അല്ലെങ്കിൽ ഒരു സൗണ്ട് കേട്ടാൽ നമുക്കൊരു പേടി വരും. അപ്പം അങ്ങനെ എന്തെങ്കിലും ഇൻസിഡൻറ്റ് ആരെങ്കിലും റിയൽ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടോ? മീൻസ് സീക്രട്ട് ഒരു വീട് തുറന്ന് ചെല്ലുമ്പോൾ എന്തെങ്കിലുമൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു അത് ഹൊററിലേക്ക് വഴി മാറി, മിസ്റ്ററി ഹൊററിലേക്ക് മാറി. എനിക്കങ്ങനെ ഒന്നുമില്ല. ഇവരോടൊക്കെ അത് കഥകളല്ലേ. അത് കുത്തിയിരുന്ന് വിശ്വസിച്ചുകൊണ്ടാണല്ലോ രാത്രിയാകുമ്പോ എനിക്കറിയാം ഇങ്ങനെ കുറച്ചിട്ടൊക്കെയാണ് പറയുന്നത്. ഞാൻ ചോദിച്ചത് ഈ വീടിന്റെ കാര്യമല്ല, റിയൽ അങ്ങനെ പ്രേതകഥ പറഞ്ഞിട്ട് നമുക്ക് ഉറക്കം തരാറില്ല ഈ ബ്ലഡി ഫൂൾസ്. ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിരുന്ന് പറയണം. അത് ശരി, അരുന്ധതി റോയ്ക്ക് പറയാം, എനിക്ക് പറയാൻ പറ്റില്ല. അരുന്ധതി റോയ് ഇങ്ങനെയൊക്കെ പറഞ്ഞു. അത് ശരി, അതൊക്കെ സാധാരണ പറയുന്നത്. ചന്ദ്രചേട്ടന്റെ കഥയൊന്നും കേൾക്കട്ടെ. അയ്യോ, അത് 100 കഥകളുണ്ട്. ഏതെങ്കിലും ഒരെണ്ണം. എത്ര മണിക്കൂർ ഇന്റർവ്യൂ ഉണ്ട്? അത് നറേറ്റ് ചെയ്ത് ഒരു 1.5 മണിക്കൂർ സമയം ഉണ്ടെങ്കിൽ കേട്ടിട്ട് ഞങ്ങൾ അപ്പുറത്തേക്ക് ഓജോബോർഡ് കളിച്ചപ്പോ ഇരുന്ന് ചാടി കൂടിയ ഞാൻ ഉണ്ടായിരുന്നില്ല. ലാസ്റ്റ് വന്നു. ആ കണ്ണാക്ഷനിൽ നിന്ന് എനിക്ക് മനസ്സിലായി ഇല്ല ഇതാണ് ഇവർക്ക് സൈൻ ലാംഗ്വേജസ് ഉണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. ഓക്കെ, എനിക്ക് തോന്നുന്നു ഇവരുടെ ഈ ഫ്രണ്ട്ഷിപ്പാണ് കുറെ അടുത്ത്. നിങ്ങൾ ഭയങ്കര കൂട്ടാണെന്ന് തോന്നുന്നു പലപ്പോഴും. അതെ, നിങ്ങൾ 3 പേരെ സ്പെസിഫിക്കലി ഞാൻ പല സിനിമകളിലും ഒന്നിച്ച് കണ്ടിട്ടുണ്ട്. മാത്രമല്ല നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറീസിലും ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട് നിങ്ങൾ ഒരുമിച്ച്. അതെന്നറിയോ, അപ്പു ഞങ്ങളൊന്നും ഷോ ഷെയർ ചെയ്യാറില്ല. ഈ അവസരത്തെ ഞാൻ നമുക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഒക്കെ ഉണ്ട്, ഞങ്ങളുടെ ഒരു പ്രത്യേക പേരൊക്കെ ഉണ്ട്. എല്ലാ നമ്മുടെ മറ്റു പടങ്ങൾ, അതായത് ഇതര പടങ്ങൾ, ഇവർ അഭിനയിക്കുന്ന പടങ്ങൾ, ഇതൊക്കെ ഒന്ന് ഷെയർ ചെയ്തേക്കണേ. ഇവള് കാണും ഇതൊക്കെ. ഇത് കണ്ടിട്ട് പാവം ശിവതി ഇവരെല്ലാരും ഷെയർ ചെയ്യും കേട്ടോ. ഞാനും ഷെയർ ചെയ്തിട്ടുണ്ട്. ഇവള് പിന്നെ ഒരു 10 ദിവസത്തേക്ക് ഇവിടെ അബ്സ്കൗണ്ടിങ്, ഇവള് കാണാനില്ല. പിന്നെ ഒരു ദിവസം ഒന്നുമല്ല, വിജയ് സാറിനോട് വർക്ക് ചെയ്യുന്നു, ധനുഷ് സാർ വിളിക്കുന്നു, അങ്ങനെ ചന്ദുനാഥിന്റെ ഇവളുടെ തനിസ്വരൂപം പുറത്തു വരും. എന്തെങ്കിലും തിരിച്ചു പറയാനുണ്ടോ? ഒന്നും പറയാനില്ല. എന്താ ഇത് ഞാൻ ഇത് കേട്ടാൽ ഒരു തൊലിപ്പുറത്ത് പോലും ബാധിക്കില്ല. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്ത് എന്താ ഇഷ്ടം? കണ്ടല്ലോ, ഒരു സിനിമ നടിയാണ്.
നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിനെ പറ്റി പറയാം. നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് അല്ല, നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് 12th മാനിലാണ് ഞാൻ ആക്ച്വലി ശിവയെ കാണുന്നത്. അനുവിന് അല്ലാതൊന്നും അറിയാം, 21 ഗ്രാംസിലൊക്കെ നമുക്ക് അറിയാം. പക്ഷെ ആ സെറ്റിൽ അത്രയും ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നുകൊണ്ട് നമ്മൾ ഡെയിലി വീട്ടിൽ പോകുന്ന ഒരു സിനാരിയോ ആയിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നില്ല ഇത്രയും അടുപ്പം ഉണ്ടാകുമെന്ന്. ഇത് അവിടെ ഒരു റിസോർട്ടിൽ നമ്മൾ പെട്ട് കിടക്കുന്ന ഒരു 25-30 ഡേയ്സ് അതിനകത്ത് കോവിഡിന്റെ ഒരു പോസ്റ്റ് കോവിഡ് സിനാരിയോ ഓപ്പൺ ആയി തുടങ്ങുന്ന സമയത്ത് ഇപ്പൊ ഞങ്ങൾക്ക് എല്ലാ ക്വാർട്ടേഴ്സും നിയർ ബൈ ആണ്. ഞങ്ങൾ ഫോൺ വർക്ക് ചെയ്യില്ല. അതൊക്കെയാണ് ഒരു ഫോൺ വർക്ക് ചെയ്യാത്തപ്പോ സുഹൃത്ത് ദൃഢമായി ഒന്നും ചെയ്യാനില്ല. അപ്പം നമ്മൾ പല ക്വാർട്ടേഴ്സിലും നമ്മൾ കൂടും, ഇത് കളിക്കും, എന്ത് ഓജോ ബോർഡ് കളിക്കും, ഡംഷേഴ്സ് കളിക്കും, കള്ളക്കഥയൊക്കെ പറയും. ഇതൊക്കെ നമ്മള് രാവിലെ ഷൂട്ടില്ല, ഫിഷിങ്ങിന് പോകും, ക്ലൈംബിങ്ങിന് മറ്റേതൊക്കെ ഒക്കെ അങ്ങനെ ഒരു സംഘമുണ്ടായി. അങ്ങനെയാണ് ഞങ്ങളുടെ തുടങ്ങുന്നത്. പിന്നെ അത് ഗ്രൂപ്പായി, നമ്മൾ സംസാരമായി, നമ്മൾ ഒരു വാം കസിൻസ് ഗ്രൂപ്പ് പോലെ ആയി. അതിലേക്കാണ് ഒരു വായാട്ടി കയറി വന്നതാണ്. ആഡ് ചെയ്തു ഗ്രൂപ്പിലേക്ക്. അല്ല അതല്ല, ഇതിപ്പോ ഞങ്ങൾക്ക് ആ ഗ്രൂപ്പ് ഇപ്പൊ ഇല്ലെന്ന് തോന്നുന്നു. 12th മാനിന്റെ ഗ്രൂപ്പ് ഇല്ലല്ലേ? അല്ല, വേറെ ഞങ്ങളുടെ ഈ പടത്തിലെ ഇടയ്ക്കിടയ്ക്ക് പല ഫ്ലാറ്റിലും പോയി തിന്ന് എന്താ ഒരു കുത്തിയത് പോലെ അന്നത്തെ മീൻ ഫ്രൈ ഇപ്പൊ എന്റെ തൊണ്ടയിൽ എന്താ ഒരു കുത്തല്. അത് ദഹിച്ചു വന്നിട്ട് കഥ അല്ല, ആക്ച്വലി ഈ സിനിമയിൽ വന്നപ്പോൾ ആ ഫ്രണ്ട്ഷിപ്പ് ഭയങ്കരമായിട്ട് സിനിമയ്ക്ക് ഹെൽപ്പ് ചെയ്തു എന്നുള്ളതാണ്. കാരണം എനിക്കും അനിലിനും എൻ്റെ റൈറ്റർ ഞങ്ങൾ ഒരുമിച്ചാണ് എൻ്റെ സബ്ജക്ട്സ് എല്ലാം വർക്ക് ചെയ്തത്. അപ്പോൾ ആദ്യമായിട്ട് ഇൻഹിബിഷൻ ഉണ്ടായിരുന്നു. അതായത് ഇവരോട് അല്ല ഇവരോട് അല്ല ഒരു കാര്യം ഇപ്പൊ അനിൽ എന്നോട് പറയും, അല്ല നമുക്കിത് ചന്തുവിനോട് ഇങ്ങനെ ഈ കാര്യം ഒന്ന് പറഞ്ഞാലോ, ഇപ്പോഴായിരിക്കും കേൾക്കണേ, ഓക്കെ ഇത് നമുക്ക് ഇതൊന്നും കൂടി ഇങ്ങനെ ട്രൈ ചെയ്യാൻ പറഞ്ഞല്ലോ. നമ്മൾ പറയാം, അല്ല ആളിനി അത് എന്ത് വിചാരിക്കും, നമ്മളിനി ആളെ അടുത്ത് ഞാൻ ഒന്ന് അതിനിപ്പോൾ എന്താ നമുക്ക് സംസാരിക്കാം. ഞങ്ങൾ ചെല്ലും ചന്തുവിൻ്റെ അടുത്തിരിക്കും, ചന്തു നമ്മളിത് ഇങ്ങനെയും കൂടി ചെയ്താൽ അപ്പോൾ അതിന് ചേട്ടാ. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി ഈ പറയുന്ന ആള് ഒരു മാടപ്രാവാണെന്നുള്ള സംഭവം. അതായത് മറ്റേ ആരെ പറയില്ലേ, കാട്ടുപോത്തിന്റെ ശരീരവും മാടപ്രാവിന്റെ എന്ന് പറയുന്ന പോലെ മറ്റേ നമ്മളൊരു വലിയ തടിമാടനെ ഓടിപ്പോയിട്ട് നമ്മള് ഓടിച്ചിട്ട് പിടിച്ച് നമ്മളെ തൊട്ടേ എന്ന് പറഞ്ഞ അത്രയും ഹ്യൂമർ സെൻസും എന്താ പറയാ, നല്ല മനുഷ്യർക്ക് എന്താ പറയാ അത്ര ഹ്യൂമർ സെൻസും പരിപാടിയൊക്കെ ഉണ്ടാവുള്ളൂ. അത്രയും ഇതായിട്ട് ഇടപെടാൻ പറ്റില്ല. അത് നമുക്ക് നമ്മുടെ എക്സ്പീരിയൻസിൽ നമുക്കറിയാം. ആ സൗഹൃദം ഫോമായപ്പോൾ പിന്നെ നമുക്ക് എന്തും പറയാം. അതായത് ചന്തു അത് കുറച്ചുകൂടി നമുക്ക് ഇങ്ങനെ വേണം, ഇതേ സെയിം കാര്യം. ഇപ്പം ഇവരെ പ്രത്യേകം എന്ന് വെച്ചാൽ അനുവും ഒക്കെ വന്നിട്ട് ചോദിക്കും. അതായത് നല്ല പെർഫോമൻസ് ആണ് ഇവർ 4 പേര്. ഇവരെ 4 പേര് നമ്മൾ സിനിമയിൽ കൊണ്ടുവന്നത് പോലും ഇവരുടെ പെർഫോമൻസ് നമുക്ക് സിനിമയിൽ വേണമെന്നുള്ള ആഗ്രഹം കൊണ്ട് തന്നെയാണ്. മാത്രമല്ല നമ്മൾ പറയുന്നിടത്ത് നമുക്ക് ആവശ്യമുള്ള പോലെ അവൈലബിൾ ആവണം, നമ്മളോട് സഹകരിച്ച് നമ്മൾ പറയുന്ന കാര്യം. അപ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു ഡയറക്ടറും റൈറ്ററും ആഗ്രഹിക്കുന്ന ഒരു സാധനമാണ് ആ സിനിമ. അപ്പോൾ ആർട്ടിസ്റ്റുകൾക്ക് അവരുടേതായ വേർഷൻസ് ഉണ്ടാവും അതിന്. പക്ഷെ നമുക്ക് ആഗ്രഹിക്കുന്ന ഒരു പെർഫോമൻസ് സ്പേസിലേക്ക് അവർ വന്നാലേ നമ്മൾ ഹാപ്പി ആവുള്ളൂ. മേ ബി ആർട്ടിസ്റ്റ് അപ്പോഴും ഹാപ്പി ആയിരിക്കില്ല ചിലപ്പോൾ, പക്ഷേ അറ്റ്ലീസ്റ്റ് ആരെങ്കിലും ഹാപ്പി ആവണം ആ സിനിമയുടെ. അപ്പോൾ അതിലേക്ക് എത്തിക്കാൻ ഇവർ ട്രൈ ചെയ്യുമ്പോൾ അതിനവർ വളരെ ഫ്രീ ആയിട്ട് നിന്ന് തന്നു എന്നുള്ളതാണ് ആ സൗഹൃദത്തിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. അഞ്ചേറിലേക്ക് വരികയാണെങ്കിൽ പുതിയൊരു പടം, ഇനിയൊരു പടം വരാൻ പോകുന്നുണ്ട് രാജുവേട്ടൻ്റെ കൂടെ. അതിന്റെ എന്തെങ്കിലും അപ്ഡേഷൻ ആയിട്ടുണ്ടോ? എന്താണ് കഴിയാനുണ്ട്? ഒരുപാട് ദിവസം ഷൂട്ട് ബാലൻസ് ഉണ്ട്. അത് രാജുവേട്ടൻ അന്ന് നമ്മളൊരു ഫൈറ്റ് സീക്വൻസ് ഷൂട്ട് ചെയ്തപ്പോൾ പുള്ളിക്ക് ഒരു ആക്സിഡന്റ് പറ്റി, അങ്ങനെ അത് ബ്രേക്ക് ആയ. ഇനി എൻ്റെ ഷൂട്ട് ബാലൻസ് ഉണ്ട്. ഒരു വലിയൊരു ക്യാൻവാസിലുള്ള സിനിമയാണ് വിൻചേട്ടൻ. എന്താണ് ഇപ്പം കാണുന്നില്ലല്ലോ, എന്താ പരിപാടി? ബിഹൈൻഡ് ദ ക്യാമറ വരുമെന്ന് അറിഞ്ഞു, പക്ഷേ പിന്നെ ചേട്ടൻ ഇപ്പൊ ഒരു പ്രൊഡക്ഷൻ സൈഡിലൊക്കെ ഉണ്ട്. CCTV-ലും ഒരു സീരിയൽസ് പ്രൊഡക്ഷൻ പരിപാടികളൊക്കെ ഉണ്ട്. അപ്പൊ അതിന്റെ തിരക്കിലും കാര്യങ്ങളൊക്കെ ആയിട്ട് ബിസിയാണ്. സിനിമ നല്ല പരിപാടികൾക്ക് വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട്. ഒരു സാധനം ഇങ്ങനെ പ്ലാൻ ആവുന്നുണ്ട്. നിങ്ങൾ ഒരുമിച്ച് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുമോ സ്ക്രീനിൽ? ഞാനും പ്രതീക്ഷിക്കുന്നുണ്ട്. അത് സംഭവിക്കേണ്ടല്ലോ. സിനിമ നമ്മളിപ്പോൾ എല്ലാം പ്ലാൻ ചെയ്യുന്നതൊന്നും നടക്കില്ല. അപ്പൊ നമുക്ക് ആഗ്രഹമുള്ള സിനിമകളെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. സത്യം. അപ്പോ ഒന്ന് സംഭവിച്ചാൽ നല്ലതാണ്. അങ്ങനെ ചെയ്യാൻ ഭയങ്കര ആഗ്രഹം. ചന്ദ്രചേട്ടന്റെ അടുത്ത പടം ലാലേട്ടന്റെ കൂടെ അല്ലേ? അല്ലല്ല, ലാലേട്ടന്റെ കൂടെയുള്ള പടം റാമാണ് ഇനി ഇറങ്ങാനുള്ളത്. അത് കുറച്ച് സമയം എടുക്കും. അത് എനിക്കൊന്ന് ഇനിയും കുറച്ച് സമയം എടുക്കും. വലിയ ക്യാൻവാസ് പടം 2 പാർട്ടായി. ഞാൻ സെക്കൻഡ് പാർട്ടിലാണ് വരുന്നതൊക്കെ തന്നെ.
ഞങ്ങൾക്കിനുള്ളത് ഹണ്ട് എന്നൊരു സിനിമയുണ്ട് അതെ ഷാജിക്ക് ഹണ്ട് എന്ന് പറഞ്ഞിട്ടൊരു സിനിമയാണ്. അതിൽ ഞാനും അനു ഉണ്ട്. അത് ഞാൻ കണ്ടായിരുന്നു. ഭാവന ഉണ്ട്. പിന്നെ മെയിൻ ആക്ച്വലി സീക്രട്ട് ഹോം ഇറങ്ങട്ടെ, ബാക്കി നമുക്ക് അപ്പം നോക്കാം. റിലീസസ് വെയിറ്റ് ചെയ്യുന്നു. ഇത്തരം കാര്യങ്ങൾ സംസാരിച്ച സ്ഥിതിക്ക് സീക്രട്ട് അധികം പുറത്തു വിടാനും പറ്റാത്തതുകൊണ്ട് പ്രേക്ഷകരോട് നിങ്ങൾക്ക് എന്താണ് നിലവിൽ പറയാനുള്ള കാര്യം എന്താണ്? തിയേറ്ററിൽ വന്ന് നമ്മുടെ പടത്തിനൊരു ചാൻസ് കൊടുക്കുക. ഉറപ്പായിട്ടും റിഗ്രറ്റ് ചെയ്യില്ല. മക്കളായിട്ട് വീട്ടിലാക്കിയിട്ട് നിങ്ങൾ മാത്രം വരിക. അത്രയും പേടിക്കാനുണ്ടോ? പേടിപ്പിച്ച അങ്ങനെയല്ല, അതുകൊണ്ട് നല്ല ഇതിനകത്ത് ഈ പറഞ്ഞ പോലെ ഓവർ വയലൻസോ ഒരു മറ്റേ എന്താ സെക്ഷൽ കണ്ടന്റ് അങ്ങനൊന്നും അല്ല. പക്ഷെ അവരെ കൊണ്ടുവന്ന ഈ പറഞ്ഞ പോലെ ക്രൈം എന്നുള്ളത് കുട്ടികൾക്ക് കാണിക്കാൻ പറയുന്ന ആഗ്രഹിക്കില്ല. വിഷയം ചിലപ്പോൾ മനസ്സിലായിക്കൊള്ളണം ഒന്നുമില്ല. എന്നില്ല. അത് അവര് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഈ പ്രായത്തിൽ പറഞ്ഞു കൊടുക്കേണ്ട ഒരു മാറ്റർ റിലേറ്റ് ചെയ്യാൻ പറ്റില്ല. റിലേറ്റ് ചെയ്യാൻ സാധ്യത കുറവാണ്. പ്രേക്ഷകരോട് ബേസിക്കലി വളരെ റിക്വസ്റ്റ് ചെയ്യാനുള്ളൊരു കാര്യം, ചെറിയ കണ്ടന്റുള്ള, അതായത് നമ്മൾ വിശ്വസിക്കുന്നു ഈ സിനിമയിൽ ഒരു യുണീക്കായിട്ടുള്ള ഒരു കണ്ടന്റ് ഉണ്ട്. അതായത് ഇതുവരെ മലയാള സിനിമയിൽ പറയപ്പെടാത്ത ഒരു കാര്യം നമ്മൾ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. ആ ശ്രമം ഒന്ന് തിയേറ്ററിൽ വന്ന് കണ്ടാലാണ് ഈ സിനിമയ്ക്ക് ഒരു ചാൻസ് കൊടുക്കുന്നു എന്ന് അറിയുള്ളൂ. അതായത് മേ ബി 5 പേരെ വരുന്നുള്ളായിരിക്കും ആദ്യത്തെ ദിവസം. കാരണം നമ്മളൊന്നും വലിയ സ്റ്റാർസ് എന്നുള്ള സിനിമയല്ല, നമ്മളെ വലിയ അറിയപ്പെടുന്ന ഡയറക്ടേഴ്സും അങ്ങനെയൊന്നുമല്ല. പക്ഷേ ഈ സിനിമ വന്ന് കണ്ടു കഴിഞ്ഞിട്ട് 5 പേരിൽ ഒരു 3-4 പേരെങ്കിലും ഈ സിനിമ മറ്റുള്ളവർ പോയി കാണണം എന്ന് മറ്റുള്ളവർ പറയുകയോ അവരുടെ സോഷ്യൽ മീഡിയയിൽ പറയുകയോ ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അതിനൊരു സ്പേസ് തിയേറ്ററിൽ കിട്ടുക എന്നുള്ളത് നമ്മളുടെ ആദ്യ ശ്രമമാണ്. അതായത് പ്രോപ്പറായിട്ട് മനുഷ്യർ വന്ന് കാണുന്ന സമയത്തൊരു ഷോ, അത് നമ്മൾ ട്രൈ ചെയ്യുകയാണ്. അത് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ സിനിമയ്ക്ക് ഒരു ലൈഫ് ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പം എല്ലാ സിനിമയും ബന്ധപ്പെട്ട എല്ലാവർക്കും ആശംസകൾ അറിയിക്കുന്നു. സീക്രട്ട് ഹോം വൻ വിജയമാവട്ടെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു.